ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 2ാമത്തെ പാഠം സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ്. അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീനി. സാക്കിനായ നൂനിനും തൻവീനിനും 5 വിധികളാണ് ഉള്ളത്. പരിശുദ്ധ ഖുർആനിലുള്ള എല്ലാ സുക്കൂനുള്ള നൂനിനെയും സാക്കിനായ നൂൻ എന്നും, തൻവീൻ, ഫതഹ് തൻവീൻ, കസർ തൻവീൻ, ലമ്മ് തൻവീൻ, ഇങ്ങനെ തൻവീൻ 3 രൂപത്തിലാണ് ഉള്ളത്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ: ഇൽഹാർ, ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഈ 5 വിധികളാണ് ഉള്ളത്. ഒന്നാമത്തേന്ന് ഇൽഹാർ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്ന അംസ്, ഹാ, ഐന്, ഹാ, ഐന്, ഹാ, ഈ 6 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, മിൻ അഹ്ലിൽ കിതാബി. മിൻ എന്ന സാക്കിനായ നൂനിന് ശേഷം അഹ്ലിൽ, അലിഫിന് മുകളിലുള്ള അംസാണ് വന്നിരിക്കുന്നത്. ആ അക്ഷരത്തിനെ വ്യക്തമാക്കി ഓതണം. രണ്ടാമത്തത് മിൻ ഹാദിഹി. ഹാ എന്ന അക്ഷരമാണ് സാക്കിനായ നൂനിന് ശേഷം വന്നിരിക്കുന്നത്. ആ ഹായിനെ വ്യക്തമാക്കി ഓതണം. ഇനി നമുക്ക് തൻവീനിനെ എങ്ങനെയാണ് ഓതുക എന്ന് നോക്കാം. ഖായിദൻ ഔ ഖായിമൻ. ഖായിദൻ എന്നുള്ളതിൽ തൻവീൻ ഫതഹാണ്. ആ ഫതഹിന് ശേഷം അംസ് വന്നതുകൊണ്ട് വ്യക്തമാക്കി ഓതണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. കുല്ലു ഷൈഇൻ. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ. ഷൈഇൻ എന്നതിന് ശേഷം വന്ന ഹായിനെ വ്യക്തമാക്കി ഓതണം. തൻവീൻ കിസറാണ് ഷൈഇൻ എന്നതിൽ വന്നിരിക്കുന്നത്. ആ ഹായിനെ വ്യക്തമാക്കി ഓതണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നിയമം എന്താണെന്ന് നോക്കാം. ഇദ്ഗാമും ബിഉന്ന. രണ്ടാമത്തെ നിയമം ഇദ്ഗാമും ബിഉന്ന. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മണിച്ച് ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം ബിഉന്ന എന്ന് പറയുന്നത്. മണിച്ച് ഉച്ചരിക്കണം, അതോടൊപ്പം തന്നെ ചേർത്തി ഓതുകയും വേണം. ഇദ്ഗാമു ബിഉന്ന എന്ന് പറയുന്നു. അതായത് ഇദ്ഗാം ബിഉന്ന എന്നാൽ, ഇദ്ഗാം എന്നാൽ ഒരക്ഷരത്തെ അതിന് ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ഉന്നത്ത് എന്നാൽ മണിച്ചോതുന്നതിന് ഉന്നത്ത് എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഇദ്ഗാം ബിഉന്ന എന്ന് പറയുന്നത്. സാക്കിനായ നൂനിന് ശേഷം ഉദാഹരണം നോക്കാം. ഫമിൻ നഫ്സിക. സാക്കിനായ നൂനിന് ശേഷം നൂനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മണിച്ചോതുകയും വേണം, ചേർത്തി ഉച്ചരിക്കുകയും വേണം. ഫമിൻ നഫ്സിക. തൻവീനിന് ശേഷം നോക്കാം. യൗമഇദിൻ നാഇമ. യൗമഇദിൻ നാഇമ. അതുപോലെ ബാക്കിയുള്ള 3 അക്ഷരത്തിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ
ഓതി പഠിക്കാം. അടുത്തത് ഇദ്ഗാമും ബിലാ ഉന്ന. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ഗാമും ബിലാ ഉന്ന. ഇദ്ഗാമും ബിലാ ഉന്ന എന്നാൽ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാമ്, റാ എന്നീ 2 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇദ്ഗാം ചെയ്യണം, ഉന്നത്ത് ചെയ്യരുത്. ഇദ്ഗാം എന്നാൽ ചേർത്ത് ഉച്ചരിക്കണം, എന്നാൽ ഉന്നത്ത് ചെയ്യരുത്, മണിച്ചോതാൻ പാടില്ല. ഉദാഹരണം നോക്കാം. വമല്ലം യസ്തതി, ചേർത്ത് ഓതണം, എന്നാൽ മണിച്ച് ഓതാൻ പാടില്ല. അക്ലല്ലമ്മ, അക്ലൽ എന്നുള്ളതിന് ശേഷം ലാമ് വന്നാൽ ചേർത്ത് ഓതുക. അതിൻ്റെ ബാക്കി ഉദാഹരണം നോക്കാം. അടുത്തത് 4ാമത്തെ നിയമം ഇഖ്ലാബ്. ഇഖ്ലാബ് എന്നാൽ ബാ എന്ന അക്ഷരം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മണിച്ച് ഓതണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നതിനായി പരിശുദ്ധ ഖുർആനിൽ മീമ്, ചെറിയൊരു മീമ് കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇഖ്ലാബിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. മിൻ ബഅദി മീസാഖിഹി, മിൻ ബഅദി എന്നാണ് ഓതേണ്ടത്. ഇനി തൻവീനിൻ്റെ ഉദാഹരണം നോക്കാം. ഫഇമ്മാ മന്നം ബഅദു. ഇനി നമുക്ക് 5ാമത്തെ നിയമം നോക്കാം. ഇഖ്ഫാ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ തന്നിരിക്കുന്ന ഇൽഹാർ, ഇദ്ഗാം ബി ഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ലാബ് ഈ അക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇൽഹാറിൻ്റെയും ഇദ്ഗാം ബി ഉന്നയുടെയും ഇദ്ഗാം ബിലാ ഉന്നയുടെയും ഇഖ്ലാബിൻ്റെയും അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയുള്ള 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇഖ്ഫാ അഥവാ മറച്ചു മണിച്ച് ഓതണം. ഇഖ്ഫാ ചെയ്യണം അഥവാ മറച്ചു മണിച്ച് ഓതണം. ആ 15 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താ, സാ, ജീമ്, ദാല്, ദാല്, സാ, സീന്, ഷീന്, സ്വാദ്, ളാദ്, ത്വാ, ള്വാ, ഫാ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മറച്ചു മണിച്ച് ഉച്ചരിക്കണം. ഒരു ഉദാഹരണം നോക്കാം. വമൻ താബ മഅക, വമൻ താബ. നൂനിന് ശേഷം, സാക്കിനായ നൂനിന് ശേഷം താബ എന്നതിൽ താ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. മറച്ച് മണിച്ച് ഓതണം. തൻവീനിൻ്റെ ഉദാഹരണം നോക്കാം. ജന്നാത്തുൻ തജ്രി. അടുത്തത് ഫമൻ സഖുലത്, യൗമൻ സഖീല, മൻ ജാഅ ഹുബ്ബൻ ജമ്മാ. ബാക്കിയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ നന്നായി ഓതി പഠിക്കാം. ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളും ഇദ്ഗാം ബി ഉന്നയുടെ 4 അക്ഷരങ്ങളും ഇദ്ഗാം ബിലാ ഉന്നയുടെ 2 അക്ഷരവും ഇഖ്ലാബിൻ്റെ 1 അക്ഷരവും കഴിഞ്ഞാൽ ബാക്കി അറബി അക്ഷരമാലയിലെ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ. പരിശുദ്ധ ഖുർആനിലെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ 5 വിധികളും നന്നായി മനസ്സിലാക്കി പഠിക്കുക.
പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ ഈ നിയമങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ച് ഖുർആൻ തെറ്റില്ലാതെ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.